പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. നമസ്കാരം. അങ്ങനെ കടിക്കൊരു വിരാമമിട്ടുകൊണ്ട് നമ്മുടെ നടി മിനുമാമി മീനു മുനീറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. കഷ്ടമായി പോയി. മറ്റൊന്നുകൊണ്ടല്ല, നമ്മുടെ ഒരു അന്നദാതാവ് അത് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കൊണ്ടുവന്ന നമ്മുടെ മിനി ചേച്ചി കുറെ പിന്നെന്താണ് തമാശകൾ ഇങ്ങനെ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന സെക്സ് സ്റ്റോറികൾ ഇറക്കി അതൊക്കെ കൊണ്ട് നമുക്ക് വ്യൂസ് ഒക്കെ ഒരുപാട് കിട്ടി. പക്ഷെ ആ ഒരു അന്നദാതാവ് ഇനി ജയിലിൽ കടന്ന് തിന്നേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, പോക്സോ ആയാലും കീച്ചോ ആയാലും എനിക്കൊരു ദേഷ്യമില്ല എന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞ മീനു മുനീറിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഞാൻ മിനുവാ. പുലിയാന്ന് പറയുന്നില്ല, മിനു തന്നെ. എന്തുകൊണ്ടും പറഞ്ഞു പോക്സിയോ കീക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മിനു തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഇപ്പോ എന്താണ് ഈ പറയുന്ന കോടതിയിൽ നിന്നുള്ള ഉത്തരവ്. മുൻകൂർ ജാമ്യം തള്ളി, ഇനി ഉള്ളയിലാണ് എന്നുള്ളതാണ്. അതായത് അവരുടെ ബന്ധു തന്നെ, അതായത് അവരുടെ സ്വന്തം അമ്മയുടെ അനിയത്തിയുടെ മോള് വന്ന് പറഞ്ഞ പരാതി. എന്നെ 16ാമത്തെ വയസ്സിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സിനിമാക്കാർക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തു. അതായത് പോക്സോ ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോ ആ പോക്സോ കേസിൽ ഇപ്പോ ഇവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയാണ് ഇപ്പൊ തള്ളിയിരിക്കുന്നത്. അതിനർത്ഥം ഇവർ ഇനി ഉള്ളയിലാണ് എന്നുള്ളതാണ്. ഇനിയിപ്പം ഒളിവിൽ പോകാനൊന്നും പറ്റത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ മുതൽ നമ്മൾ വളരെ കൃത്യമായി അറിഞ്ഞൊരു സംഭവമാണ്. ഇന്നലെ മുതൽ മീനു മുനീറിന്റെ ഫ്ലാറ്റിൽ പോലീസുണ്ട്. ഇതുവരെക്കായിട്ടും പോലീസ് പോയിട്ടില്ല. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. വനിതാ കോൺസ്റ്റബിൾ ഉൾപ്പെടെ അവിടെയുണ്ട്. ഇന്നലെ മുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്തതിന്റെ അവസാനം അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചാണ് അവിടെ ഇപ്പോഴും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതില് ആട്ടപ്പട്ടലം ഈ പറയുന്ന മീനു മുനീർ കുടുങ്ങും എന്നുള്ളതാണ്. ഈ പോക്സോ കേസിൽ അകത്തായി കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടത്തില്ല. അറിയാലോ, അവർ ആ തകത്തായി കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടില്ല. എങ്ങനെ പോയാലും ഒരു മാസം ഉള്ളക്കകത്ത് കിടക്കും. ഇനി അവിടെ ഇരുന്ന് കൊണ്ട് നിന്റെ കടി തീർക്കാം എന്നുള്ളത് എനിക്ക് പറയാം. നിന്റെ കൂടെ നിന്ന നിനക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച മറ്റേ സംഗീത് ലൂയിസ അവരൊന്നും കാണൂല. ഇനി നീ മാത്രമേ കൂടെ. നിന്റെ ചിരിയല്ല, ഞാൻ മീനുവാണ്, ഇത് മീനു, ഇത് വേറെ ലെവൽ, ഞാൻ പുലിയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി നീ അടങ്ങോളൂ. ഇനി ആ പോലീസുകാരൻ്റെ അല്ലെങ്കിൽ പിന്നീട് അവിടെയുള്ള ലേഡി കോൺസ്റ്റബിളിനൊക്കെ 2 എണ്ണം ഇഴുത്ത് കിട്ടുമ്പോൾ നിന്റെ കടി അടങ്ങും. മനസ്സിലായോ? ചുമ്മാ ഈ പറയുന്ന വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാ വൃത്തികേടുകളും ഏത് പുരുഷനെ പറ്റിയും വിളിച്ചു പറയുന്ന തന്റെ രീതിക്കുള്ള ഒരു തിരിച്ചടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ ദൈവത്തിന്റെ നിനക്ക് കിട്ടണം. ഇങ്ങനെ വിളിച്ചത് എത്ര ആണുങ്ങൾക്കെതിരെയായിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ വിളിച്ചു പറയും. അതെനിക്കൊരു കൂസലില്ലാതെ എല്ലാ ചാനലുകളും വന്ന് വിളിച്ചു കൂട്ടുകയും എന്നെ ഒരു ഡാഷും ചെയ്യാൻ പോകുന്ന ഇവിടെ നിയമവ്യവസ്ഥയെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഡാഷും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ഇതിന് കിട്ടേണ്ട ഈ മറ്റുള്ളവർക്ക് ഒരു മറുപടി കൂടി, മറ്റുള്ളവർക്കുള്ള ഒരു മറുപടി. ഇതുപോലുള്ള കൊണ്ടുവന്ന ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഇതുവഴി ഹണി ട്രാപ്പ് പോലുള്ള സംഭവം നടത്തി പൈസ തട്ടിക്കാൻ അല്ലെങ്കിൽ പൈസ പിരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന കുറെ എണ്ണത്തിലുള്ള ചുട്ട മറുപടിയാണ്, അല്ലെങ്കിൽ ചെകിട്ടത്ത് കിട്ടിയ മറുപടി കൂടിയാണിത്. ഇവരുടെ സംഭാഷണങ്ങൾ നിനക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട്, എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഇവർ ഈ കൂട്ടുകൊടുപ്പുകാര് തന്നെയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന പലയിടത്തും എല്ലാ കൂടെ 2-3 സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അവിടെ അഭിനയിച്ചിട്ടുള്ള പിന്നെ പുരുഷന്മാരെല്ലാം ഇവരെ പീഡിപ്പിക്കുന്നു. എല്ലാവരും ഇവരെ റൂമിലേക്ക് വിളിക്കുന്നു. ഈ പറയുന്ന ബാലചന്ദ്ര മേനോൻ 2-3 പെൺകുട്ടികളെ വെച്ച് പീഡിപ്പിക്കുമ്പോൾ ഇവരെ വിളിച്ചുകൊണ്ട് അടുത്ത് നിർത്തുന്നു. അതിനൊക്കെ അർത്ഥം ഇവര് കൊണ്ടുകൊടുത്ത പെൺകുട്ടികളായിരിക്കാം. ഇവര് കൊണ്ടുകൊടുത്ത പെൺകുട്ടികൾ ബാലചന്ദ്ര മേനോൻ പീഡിപ്പിക്കുന്നു. ബാലചന്ദ്ര പറഞ്ഞിട്ട് ചിലപ്പം ഭൂമി അറുക്കാത്തുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇവരെ വിളിച്ച് കണ്ട നീ കൊണ്ടുവന്ന പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചതായിരിക്കും. അതുപോലെ തന്നെ ഇവരിപ്പോ ലാസ്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഒരു പ്രൊഡ്യൂസർ എവിടെ മറ്റേ ഇടുക്കി അങ്ങേര്
ഈ പറഞ്ഞതുപോലെ ഇവിടെ ലണ്ടനിൽ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു പ്രൊഡ്യൂസറിന്റെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെയും ഈ പറയുന്ന എന്താണ് ഇവിടെയും എന്ത് ചെയ്തു, ഈ പ്രൊഡ്യൂസറിന്റെ കൂടെ ഇവിടെയാണ് പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ പ്രൊഡ്യൂസർ വെച്ച് ഞാൻ നിന്റെ കൂടെയാണ്, എന്റെ കൂടെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവസാനം പ്രൊഡ്യൂസർ അവളെ റൂമിൽ കിടന്ന് എന്തെല്ലാം നുണന്ന് വായിക്കണം. പ്രൊഡ്യൂസർ അവരുടെ റൂമിൽ കിടന്ന് ഒരു ദിവസം മൊത്തം ഉറങ്ങി എന്നാ പറയണേ, ഒന്നും മിണ്ടിയില്ല, കോട്ട് പോലും മാറ്റാതെ ആ പ്രൊഡ്യൂസർ അവളെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങി. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേഹത്ത് തൊട്ടില്ല എന്നുള്ള കഥകളൊക്കെയാണ് ഈ പറയുന്ന ഇവൾ അടിച്ചു വിടുന്നത്. അപ്പൊ അതിനർത്ഥം ഇവള് പറഞ്ഞ രീതിയിൽ ഇത് എടുക്കുന്ന ഇന്റർവ്യൂവിലെല്ലാം എന്റെ കുഴി താൻ സ്വയം കുഴിച്ച രീതിയിലുള്ളതാണ്. അവളുടെ കുഴിയാണ് അവള് കുഴിച്ചുകൊടുക്കുന്നത്. അവൾ ഈ പറയുന്ന ഈ വാത്താളം ഇങ്ങനെ അടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വാവിട്ട വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് എവിടെയാണ് ചെന്ന് കൊള്ളുന്നത്, അല്ല അവസാനം അതിന്റെ പരിണത ഫലങ്ങൾ എന്താണെന്ന് വീണ്ടും ഉയർന്ന് ചിന്തിക്കാൻ പറ്റാതെ പോയി. അതിനുള്ള ഫലമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിനെ അകത്ത് കയറിയ പോക്സോ കേസിലേക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വെളിയിറങ്ങുക വളരെ കഷ്ടമാണ് ഈ ചേച്ചി. അപ്പോ ഈ പോക്സോ കേസിൽ അവളെ അകത്തിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതല്ല, ഒരുപാട് കേസുകൾ പുറത്തു വരും. മനസ്സിലായോ? ഇവിടെ ആരെയൊക്കെ കൊണ്ട് ഈ പറഞ്ഞതുപോലെ പിന്നെ കാഴ്ചവെച്ചു. ഇവരുടെ ജോലി അത് തന്നെയായിരുന്നു, പെൺകുട്ടികളെ കാഴ്ചവെക്കുക, സ്വയം വഴങ്ങിക്കൊടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. ഇവള് പെൺകുട്ടികളെ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ പല പെൺകുട്ടികൾക്കും ഇതുപോലെ സംവിധായകന്മാർക്കോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കൊക്കെ കൊണ്ട് കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് പല കഥകളും അറിയാമായിരിക്കാം, പലരെയും അറിയാമായിരിക്കും. ഇവിടെയൊക്കെ ഈ ബാലചന്ദ്രൻ വരെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ അത് നിങ്ങൾ കൊണ്ട് സമ്മതത്തോടെ കൊണ്ടുവന്ന് അവൻ ചെയ്തു എന്നുള്ളത്. അവിടെയൊക്കെ ബലാത്സംഗം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം, മനസ്സിലായി, ലൈംഗിക പീഡനം നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ അറിഞ്ഞുകൊണ്ട് സ്വമേധയെ കൊണ്ടു കൊടുത്തതിന് നമുക്ക് ലൈംഗിക പീഡനം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ പ്രായപൂർത്തിയാകാത്ത, അതും പറയുന്ന മറ്റാരുമല്ല, താങ്കളുടെ സ്വന്തം അമ്മയുടെ അനുജത്തിയുടെ മകളാണ് പറയുന്നത്. എന്നെ 16ാമത്തെ വയസ്സിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചു എന്നുള്ളത്. അപ്പൊ അതിന്റെ തെളിവെല്ലാം കൂടി വരുമ്പോ എന്റെ പൊന്നു മാമി, നീ ഉള്ളയിലാണ്, നീ ഉള്ളയിൽ കിടന്ന് ഉണ്ട കഴിക്കും. ഉണ്ട കഴിക്കാൻ നല്ല കിട്ടുകയും ചെയ്യാൻ പറയുന്നത്. നല്ല 2 കിട്ടേന്റെ കുറവുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല 2 കിട്ടേന്റെ കുറവുണ്ട്. ഞാൻ സ്ത്രീയാണ്, എന്നെ ആരും ഒരു തേങ്ങയും ചെയ്യില്ല എന്നൊരു കുന്നും കൂടി എനിക്ക് നിനക്കുണ്ട്. എന്ത് തേങ്ങ വേണേ എനിക്ക് വിളിച്ചു പറയാം എന്നുള്ള ഒരു സംഭവം. അതെല്ലാം ഇതോടുകൂടി തീർന്നിട്ട് മനസ്സിലായോ? നിന്റെ വക്കീൽ എന്നും വരത്തില്ല, അവൻ തന്നെ അവന്റെ പേരിൽ തന്നെ ഇപ്പൊ കേസ് കിടക്കുകയാണ്. അതുകൊണ്ട് അവനൊന്നും വരത്തില്ല. ഇതിപ്പോ തമിഴ്നാട്ടിലേക്ക് ഈ കേസ് പോകാനുണ്ട്. കാരണം തമിഴ്നാട് വെച്ചാണ് ഈ പീഡന ശ്രമം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കേസ് കേരള പോലീസ് തമിഴ്നാട് പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതിനേക്കാളുപരി ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷെ എന്തായാലും നഷ്ടമാണ്, നമ്മളെ പോലെ യൂട്യൂബേഴ്സ് നഷ്ടമാണെന്ന് ഞാൻ തുറന്നേ സമ്മതിക്കാം. കാരണം ഇതുപോലെ കുറെ കഥകൾ കേൾക്കാൻ രസമുള്ള കുറെ കഥകൾ അടിച്ചിറക്കിയ പടച്ചിറക്കിയ മിനു മുനീർ എന്ന് പറയുന്ന നിത്യ ഹരിത എന്ന് പറയുന്ന പിന്നെ സ്വയം പ്രഖ്യാപിത പിന്നെ ഇര നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഇനിയിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കുറെ കഥകളൊക്കെ കൊണ്ടുവരുമായിരിക്കും. എന്തായാലും അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം തള്ളിയ ഉടനെ തന്നെ സിദ്ദീഖിനെ പോലെ ഒളിവിലോട്ട് പോകാനുള്ള അവസരം കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ ക്ലിപ്പ് ഇട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്ലിപ്പ് ഇട്ടു എന്ന് വെച്ചാൽ അവരുടെ ഫ്ളാറ്റിനകത്ത് തമ്പടിച്ച് കിടന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യലുകളാണ്. ഇവർ ചെയ്യുന്ന ഏതെങ്കിലും സാഹചര്യ തെളിവുകൾ ഒത്തുവരികയാണെങ്കിൽ എന്റെ മീനി ചേച്ചി, എന്റെ മീനു മാമി എല്ലാം പോയിടി ശാന്തേ എന്ന് പറഞ്ഞതുപോലെ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. എന്തായാലും നല്ലൊരു തീരുമാനം. ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടിയാലേ ഇതുപോലുള്ള ഏത് പുരുഷന്മാരെ പറ്റിയും എന്തും എവിടെയും വന്ന് വിളിച്ചു പറയാമെന്നുള്ള കുറച്ച് സ്ത്രീകളുടെ ഹുങ്ക്, അവരുടെ അഹങ്കാരത്തിനൊരു മറുപടി അല്ലെങ്കിൽ അഹങ്കാരത്തിനൊരു തിരിച്ചടി ആയിക്കോട്ടെ ഈ ഒരു അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.